ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റെഫിയോട് ആ ഗംഗയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെയല്ല, അവൻ കാടിനുള്ളിൽ പോയിട്ട് അവിടെ അമലു എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിച്ച് അവൻ കാടിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് സ്റ്റെഫി അവന്റെ ഷർട്ടിന് കുത്തനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത്, നീ എന്താണ് ആവശ്യമാണ് ഈ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഞങ്ങളോട് ഗംഗ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. ഗംഗ പറഞ്ഞതാണോടാ നിങ്ങളോട് എന്ന് ചോദിച്ച് ഭയങ്കര ചൂടാവുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അതെ, അവൻ പറഞ്ഞത് തന്നെയാണ്. ഇല്ല, ഒരിക്കലും എൻ്റെ ഗംഗ എന്നെ ചതിക്കില്ല, എൻ്റെ ഗംഗ എന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ, അതൊക്കെ അവൻ വെറുതെ പറഞ്ഞതായിരിക്കും. തന്നെയല്ല, ഞാൻ എൻ്റെ വീടും വീട്ടുകാരെയും എല്ലാം മറന്ന് ഞാൻ ഇങ്ങനെ ഒരുത്തിനെ സ്നേഹിച്ചത്. അവൻ അത്ര നല്ല ആളാണ്, അവൻ്റെ മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അവൻ ഒരിക്കലും നിരപരാധികളെ ചതിക്കാൻ പറ്റില്ല. അവൻ്റെ ശത്രുക്കളോട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ, നിങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിന് ശേഷമാണെങ്കിൽ അവൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറയുകയാണ്. അപ്പം ശരി എന്ന് പറഞ്ഞ് അവരവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവൾ പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഗംഗ നമ്മളോട് പറഞ്ഞതല്ലേ ആ പെൺകുട്ടിയുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം, അപ്പോൾ അത് നമ്മൾ കണ്ടതല്ലേ ആ പെൺകുട്ടിയുടെ ഫോട്ടോ, നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു അമലു എന്ന് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, എടാ അവൻ അവിടെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ, അതുകൊണ്ട് അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും എന്നൊക്കെ അവരങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ഇങ്ങനെ കോൺസ്റ്റബിളിനോട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യത്തെ പോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല, എന്തായാലും വന്നിരിക്കുന്ന ആൾ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്, അദ്ദേഹം ഒരാളെയൊന്നും കൈക്കൂലി മേടിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ മുഖം നോക്കാത്ത നടപടിയെടുക്കും. അതുകൊണ്ട് ഈ ഒരു വർഷത്തിൽ ഇപ്പം എത്ര പ്രാവശ്യമായിന്നറിയോ ട്രാൻസ്ഫർ, ഒരുത്തിലും സ്ഥിരമായി നിൽക്കാനും കഴിയില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ കട്ടപ്പോക്കിയാകും എന്നൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം എന്നിങ്ങനെ എസ് ഐ കോൺസ്റ്റബിളിനോട് പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് നമ്മുടെ സ്റ്റെഫി വരികയാണ്. നീ എന്താടി വന്നത്, ഒപ്പിടാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നീ എന്നാടി ഇറങ്ങിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ, എത്ര ദിവസം എൻ്റെ നിനക്ക് പരോള്, അപ്പോൾ 2 ആഴ്ച, അതിനുള്ളിൽ നീ തികയ്ക്കൂടി ഈ 2 ആഴ്ച എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് രജിസ്റ്റർ എടുത്ത് കൊടുക്കുകയാണ് എസ് ഐ, അതിൽ അവൾ അങ്ങനെ ഒപ്പിടുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, നിൻ്റെ കാമുകനെ കണ്ടായിരുന്നടി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തേടി കാണാഞ്ഞത്, അല്ല നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പരാതി കൊടുക്കാനുണ്ട് CI സാറിന് എന്ന് പറയുകയാണ്. CI സാറിനോ? CI സാർ നീ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നല്ല കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അതെനിക്കറിയാം, ഞാൻ CI സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ പറഞ്ഞ ഉടനെ തന്നെ പോയി കാണാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ആണുങ്ങളെയല്ലേ പെൺകുട്ടികൾക്ക് ഡിമാൻഡ്, കഞ്ചാവും മയക്കുമരുന്നും മുടിയൊക്കെ വളർത്തി അങ്ങനെയുള്ള രീതിയിൽ, അതുപോലെ തന്നെ കുളിക്കുകയും ചെയ്യരുത് നനയ്ക്കുകയും ചെയ്യരുത്, അങ്ങനെയുള്ളവരല്ലേ പെൺകുട്ടികൾക്ക് താല്പര്യം എന്നൊക്കെ ഇങ്ങനെ ആ SI ഇങ്ങനെ പറയുന്നുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്തായാലും CI സാറിനോട് ചെന്ന് വിവരം പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് SI അങ്ങോട്ട് അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് SI സല്യൂട്ട് അടിച്ചതിന് ശേഷം CI എന്താടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് ഞാനെന്താ വേണ്ടത്, അവിടെ ചെന്ന് മുഖം കാണിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, അവൾ ഇങ്ങോട്ട് സാറിന് മുഖം കാണിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ സാറേ എന്ന് പറയുകയാണ്. ആ ഗംഗപ്രസാദിൻ്റെ കാമുകി അവളാണ് എന്ന് പറയുമ്പോൾ, സ്റ്റെഫിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവളെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, അവൾ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല സാറേ, സാറിനെ കാണണമെന്ന് പറഞ്ഞു, ഒരു പരാതി തരാനുണ്ടെന്ന് പറഞ്ഞു, പിന്നെ രജിസ്റ്ററിൽ ഒപ്പിടാൻ ഡെയിലി വന്നിട്ട് അതും ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. എന്തായാലും പരാതി ആര് തന്നു കഴിഞ്ഞാലും നമുക്കൊരു അന്വേഷണം നടത്തണമല്ലോ, അതുകൊണ്ട് നീ അവളെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ SI അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, അതെ, അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഇവിടെയുള്ള ക്രിമിനൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിന്നെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, നീ വായോ എന്നും പറഞ്ഞിട്ട് സ്റ്റെഫിയെയും കൊണ്ട് നീ അവിടെ ചെന്ന് അദ്ദേഹത്തെ ചൂട് പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുകയാണ്. ഇല്ല സാറേ, എനിക്കൊരു പരാതി കൊടുക്കാനുള്ള അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ SI
അവളെയും കൊണ്ട് സിയയുടെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ വന്നിട്ട് അവളവിടെ ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ആള് എന്ന് എസ് ഐ സിയയോട് പറയുമ്പോൾ, ഓ സ്റ്റെഫി, ഇവളെ പറ്റി അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ, ഇവളുടെ ഫോട്ടോ ഇടക്കിടക്ക് പേപ്പറിലൊക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് ഇവളെ നല്ല രീതിയിൽ അറിയാം, എനിക്ക് നല്ല എല്ലാ പോലീസുകാർക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താടി നിന്റെ പരാതി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എസ് ഐനെ നോക്കുമ്പോൾ എസ് ഐയോട് സി ഐ പറയാണ്, ശരി താനൊന്ന് പുറത്ത് നിൽക്കുക കുറച്ച് നേരമ്പോൾക്ക്, എന്താ പറയാനുള്ളത് ഞാൻ ആദ്യം ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, സാറേ എനിക്ക് ഞാൻ ഗംഗപ്രസാദിൻ്റെ കാമുകിയാണ്, ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞങ്ങളെന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതല്ല സാറേ, അവനെ കാണാനില്ല, ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാടി, അതുകൊണ്ടല്ലേ അവനെ കാണാത്തത് കൊണ്ടല്ലേ പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അല്ല സാറേ, ഞാൻ പരോളിൽ ഇറങ്ങിയതിന് ശേഷം അവൻ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവനെ കണ്ടിട്ടില്ലെന്നാണ്. അവൻ്റെ പെങ്ങൾ കാർത്തികയുടെ വിവാഹം ഉണ്ടായിരുന്നു, ആ മണ്ഡപത്തിലേക്ക് അവൻ പോയതിന് ശേഷം അവൻ തിരികെ വന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഓ അത് ശരി, അവരെയും ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണടി ഗംഗപ്രസാദിൻ്റെ കൂട്ടുകാർ, അവരെവിടെയാ, എന്തായാലും നീ പോകുന്നതിന് മുമ്പ് അവരുടെ ഫോൺ നമ്പർ ഇവിടെ തന്നിട്ട് വേണം പോകാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നിന്റെ പരാതി കേൾക്കട്ടെ, അപ്പോൾ അത് ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് ആ കംപ്ലൈൻറ്റ് അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ അത് വായിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവനും അവൻ്റെ ഗുണ്ടകളും കൂടിയിട്ട് ഈ കല്യാണ മണ്ഡപത്തിലേക്ക് പോയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഞാൻ പിന്നെ വെറുതെ ചോദിച്ചതാണ്. ഒരു ആംബുലൻസിലാണ് പോയത്, ഒരു ആംബുലൻസ് ഡ്രൈവറുടെ മൂക്കിടിച്ച് പരത്തിയിട്ടാണ്, ബോധം കെടുത്തിയിട്ടാണ് അവരവിടേക്ക് പോയത്, അതിനുശേഷം കണ്ടിട്ടില്ല അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല സാറേ, എന്തായാലും ഇതിനൊരു തീർപ്പുണ്ടാക്കണം സാറ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, നിനക്ക് എന്തിനാണ് ഇവൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്, എന്തായാലും ഇവനെ കണ്ടെത്തിയാലും നിനക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ, ഇവന്റെ പേരിൽ അത്രയധികം പോലീസ് കേസല്ലേ ഉള്ളത്, അതുകൊണ്ട് എന്തായാലും ഇവന് തൂക്കുകയർ ഉറപ്പാണ്, പിന്നെ ഇപ്പം എന്തിനാണ് ഇവനെ കണ്ടുപിടിച്ചിട്ട് കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ പരാതി തന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണും അതുപോലെ സരയും കൂടിയിട്ട് സരയുടെ ആഗ്രഹപ്രകാരം അവൻ്റെ ഒപ്പം യാത്ര ചെയ്യുകയാണ്. അത് കിരണിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവർ കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ ഈ ഒരു സ്വഭാവത്തിലെ മാറ്റം അതെനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ കമ്പനിയിൽ ഇപ്പം നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, നീ സിവിൽ എഞ്ചിനീയർ പഠിച്ചെങ്കിലും നീ ഇപ്പം നന്നായിട്ട് നിനക്കിപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും പുറത്തേത് കമ്പനിയിലായാലും നിനക്ക് നല്ല രീതിയിൽ നിലനിൽക്കാൻ കഴിയുമെന്നൊക്കെ അങ്ങനെ നമ്മുടെ സരയുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കിരൺ. അങ്ങനെ ആ സമയത്ത് സരയു പറയുകയാണ്, അതെ സിവിൽ എഞ്ചിനീയർ പഠിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, നല്ല പ്രാക്ടീസ് വേണം, അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നിന്നോട് എത്രയോ നാളായി ഞാൻ പറയുന്നു കമ്പനിയിൽ കയറിയാൻ, പക്ഷേ നീ അപ്പോഴൊന്നും ശ്രദ്ധിക്കാതെ നടക്കല്ലേ ആയിരുന്നത്. കല്യാണി ഇപ്പോൾ കണ്ടില്ലേ, കല്യാണി ഒന്നും അറിയാത്ത കല്യാണിയാണ് കമ്പനിയിൽ കയറി, ഇപ്പം എല്ലാം പഠിച്ചു, ഇപ്പം ഇന്ത്യയുടെ ഡിസൈനിൽ അവൾ ഫസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നീ അവനെ മനസ്സിലിങ്ങനെ സരയു വിചാരിക്കുകയാണ്, നീ അവളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തുന്നു, എനിക്ക് ഒട്ടും താല്പര്യമില്ല കിരണേ എന്നിങ്ങനെ പറഞ്ഞു. നമുക്കൊരു ചായ കുടിച്ചാലോ, അതിനെന്താ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ കുടിക്കണം, നിനക്ക് തട്ടുകടയിൽ ഇഷ്ടം, നമുക്ക് അവിടെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങനെ ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുകയാണ്. അങ്ങനെ ആ തട്ടുകടയിൽ കയറിയിട്ട് രണ്ടുപേർക്കും ഓരോ ചായ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്തും കല്യാണിയെ പറ്റി കിരൺ പറയുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന സരയുവിനെ, അതുപോലെ തന്നെ സരയു ഒരുപാട് കിരണിനോട് സംസാരത്തിലായാലും ഓരോ കാര്യങ്ങളിങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്ന സരയുവിനെയൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.